ഇന്നത്തെ ദിവസം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെയാണ്. അപ്പോൾ ആരും എണീച്ചില്ല, പിള്ളേരാരും എണീച്ചില്ല കേട്ടാ. അപ്പോൾ ഇന്ന് ഋത്തിക്കിന് ലീവാണ്, ഇന്ന് സ്കൂളെല്ലാം അവധി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ അതിൻ്റെ ഇതിലാണ് ഇന്ന് ലീവേ 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 പറഞ്ഞിട്ട് ഞാൻ തുള്ളിട്ടാ കിടന്നുണ്ട്. അങ്ങനെയാണ്, ശരിയാണ്. അല്ല, ഇപ്പൊ 2 മാസം സ്കൂൾ പൂട്ടി തുറന്നിനത്രേ, അപ്പൊ ലീവ് പറയുമ്പോ തുള്ളു അതിന്. അതെ. അപ്പോ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കുറച്ച് കുറവുണ്ട്. രാവിലെ എണീക്കും കുറച്ച് വെക്കുമ്പോൾ പെയ്യുമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ രാവിലെ എണീച്ച പാട് നമുക്ക് പെണ്ണുങ്ങൾക്ക് പരിപാടി അടുക്കളയിലാന്നല്ല. അപ്പൊ അല്ല, അങ്ങനെ ഉണ്ട്. നമ്മളങ്ങനെയാ പഠിച്ചിന്. അതുകൊണ്ട് പിന്നെ ആദ്യം എണീച്ചോടെ നമ്മൾ അടുക്കളയിൽ വന്നിട്ട് എന്നാ കഴിയുന്നത് രാത്രിയെ ഓർത്ത് കിടക്കുവോ നാളെ രാവിലെ എന്നാ ആക്കണ്ടേന്. അതുപോലെ ഇന്നലെ ഞാനൊരു സാധനം ഇന്ന് രാവിലെ ആക്കാൻ വേണ്ടി ഒരു കുളുത്ത് വെച്ചിട്ട് ആക്കാൻ വരുന്നിട്ട് എല്ലാം പ്ലാനിങ്ങിൽ ഞാൻ കിടന്നിനെ. രാവിലെ എണീച്ച് നോക്കുമ്പോൾ കുളുത്തില്ല കേട്ടാ. വിജുവാട്ടനങ്ങാൻ കുടിച്ചിന്നല്ലേ എൻ്റെ പ്ലാൻ തേച്ച് പൊളിച്ച് നിങ്ങൾ കേട്ടാ. സാറില്ല, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പിന്നീട് കഴിച്ചേ. അപ്പൊ ആ കൊളുത്ത് വെച്ചിട്ട് ഞാൻ ഒരു പ്ലാൻ ആക്കിനേനു. ഇന്ന് രാവിലെ ഒരു കർണാടക റെസിപ്പിയാണ്. നല്ല ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല. അത് ഒരു വെറൈറ്റി സാധനമാണ്. ചിലപ്പോൾ കേരളത്തുകാരെല്ലാം ആക്കലുണ്ടാവും, പറയാൻ കഴിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് പേര് മാറ്റാണ്. അതെ. അപ്പോൾ അത് കുളുത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ ആക്കാന്നല്ല വിചാരിച്ച് കിടക്കുമ്പോൾ കുളുത്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ആ ഒരു സാധനം ആക്കിയെടുക്കാമെന്നുണ്ട്. എന്നാലും ആ ഒരു കുളുത്തും കൂടി വരുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും ഞാൻ. അപ്പോൾ അത് എല്ലാം പൊളിച്ച് സാരല്ല, നമുക്ക് ഇന്നൊരു ദിവസം കുളുത്ത് വെച്ചിട്ടും ആക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് അരിപ്പൊടിയെല്ലാം ഇതുണ്ട്, അതിനെ കൊണ്ട് നമുക്ക് ആക്കാം. അതിലേക്ക് പോവാം. എന്നാൽ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, പറയണോ ചേട്ടാ? പേര് നമ്മളങ്ങ് കൂർഗ് സ്റ്റൈലിൽ പറയുന്നത് അക്കി റൊട്ടി എന്നാണ്. അപ്പോൾ കേരളത്തിൽ അക്കി റൊട്ടി, ആ അതിൻ്റെ റൊട്ടി അക്കി റൊട്ടി എന്ന് പറയും. അപ്പോൾ അതാണ് ഞാൻ ആക്കാൻ പോകുന്നത് കേട്ടാ. അങ്ങനെ കുറച്ച് എന്തെങ്കിലും തിരക്കുള്ള, അതെ, തിരക്കുള്ള ദിവസമാണ്. മുഖമൊന്ന് കാണിച്ചോട്ടെ. അക്കി റൊട്ടി ആക്കിട്ടാവുമ്പോ ഇങ്ങനെ പറയണം കേട്ടാ. ഞാൻ മാടിക്കൊടതില്ല, നീ തിൻവേടി ഇവത്തു. ഒന്നും പറയുന്നില്ല, എനിക്ക് ദേഷ്യം വന്നിട്ടൊന്നുമില്ല. ദേഷ്യം വന്നാലും ദേഷ്യം പറയാൻ കഴിയില്ല. ദേഷ്യം വരത്തില്ല കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ. നീ കാണട്ടാ എല്ലാ തുണിയെല്ലാം ഇവിടെ ഉണക്കാൻ ഇട്ടിട്ടാവുള്ള കേട്ടാ. ഇനിയിപ്പോ മഴക്കാലം തുടങ്ങിയാലേ എല്ലാരും വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അതെ, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇതാ അരിപ്പൊടി ഇതിന് കടലക്ക ഞാൻ ഇന്നലെ രാത്രി പോർത്തിനട്ടാ. വെള്ളക്കടലക്ക. ഈ വെള്ളക്കടലക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളെ വീട്ടിലിപ്പോ കണ്ടുപിടിച്ചിട്ട് 2-3 മാസമായില്ലോ. പിന്നെ ഇതേ ഉള്ളൂ കേട്ടാ. ഇതൊരു ടേസ്റ്റ് മറ്റേ കടലക്കനൊക്കെ. ഇത് നമ്മൾ ഹോട്ടലിൽ പോയ വലിയ കടലക്ക കണ്ടേ, നാളെ കണ്ടിരുന്നു. ഇപ്പൊ അടുത്ത് നല്ല ടേസ്റ്റ്. പിന്നെ എപ്പോഴാ അല്ല ഞാൻ തന്നെയാണ് ആദ്യം ആക്കിന്. പിന്നെ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് മേടിച്ചിട്ട് വന്നേ. ഞാൻ ഒരു ദിവസം വെറുതെ വെള്ളക്കടലക്ക വെച്ചു. അപ്പൊ വിജയേട്ടക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ പിറ്റേന്ന് വിജയേട്ടൻ കടയിൽ പോയാൽ ഇത് ആ കറിയല്ലേ പറഞ്ഞിട്ട് അത് വാങ്ങി. ഇപ്പൊ ചോന്ന കടലൊക്കെ വാങ്ങലില്ല, വെക്കലില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. കടലക്കറി സാധാരണ എല്ലാരും ആക്കുന്ന പോലെ തന്നെ ഇത് ഉള്ളി തക്കാളിയെല്ലാം ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ തന്നെയാണ്. ഇത് പിന്നെ വലിയ കാണിക്കാനൊന്നും ഇല്ല, എല്ലാരും വെക്കുന്ന പോലെയാണ്. അക്കി റൊട്ടി ചിലപ്പോ എല്ലാരും ആക്കുന്നുണ്ടാവും. എന്നാലും കവി പറഞ്ഞ പ്രകാരം എന്തോ പറയണ്ടേന്. അക്കി റൊട്ടിന്റെ മാവ് ആക്കാൻ പോകുന്നേ. അതിന് കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ എല്ലാവരും ഇടിയപ്പത്തിന് ചിലവർ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് പൊടിയിട്ടിട്ട് മാവ് ആക്കലുണ്ട്. അതുപോലത്തെ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിന്. അപ്പം അതുപോലെ ഞാനിതാ വെള്ളം തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട് ഇല്ല, എന്ത് ബിജുവാട്ടാ, ഇതെല്ലാം എന്ത് നമുക്ക് കൊള്ളല എന്നത് എന്തെന്ന് വെറുതെ ഇടാൻ വേണ്ടിട്ട്
പോയത് മാനം തിരിച്ചിരിക്കാൻ വേണ്ടി ചൂടുകൾ എടുക്കുന്നു വേണ്ട. അങ്ങനെ പൊള്ളാൻ പറയാൻ പോയാല് നമ്മള് ദിവസം പൊള്ളുന്നുണ്ട്, നമ്മള് മൈൻഡ് ചെയ്യുന്നില്ലല്ല. ഇതൊക്കെ എന്ത് കരിഞ്ഞാട്ടെ പറ്റി ആ കണ്ണ് പറഞ്ഞിട്ടാ. നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെ ഇതെല്ലാം ആക്കുന്ന പോലെ തന്നെ സാധാരണ വഴിപ്പൊടിയല്ലേ ഇത്? സാധാരണ അരിപ്പൊടി. കടലക്കറി അപ്പുറത്താകില്ലേ? ഇതിപ്പോ ഞാനിക്ക് അളവ് ആകുന്നുണ്ട്. വല്ല കയ്യിൽ നിന്ന് പോകുന്നുണ്ട് തോന്നുന്നുണ്ട്. ശിവനേ ശംഭുലിംഗ. അവിടെ മാറിയിരിക്കാവില്ല, ഞാൻ കിട്ടാം ചേട്ടാ. അത് വേണ്ട, ആവൂല. പിന്നെ ആവൂലാന്ന് വിടൂലെന്നേ ഉള്ളൂ. പക്ഷെ ചിലതെല്ലാം ഇങ്ങനെ ആക്കുമ്പോ പാളിപ്പോകുന്നതുണ്ട്. എന്നാലും ആവൂല 99%. തൊണ്ണൂറ്റൊന്നല്ല, 1-2% അത്രേ ഉള്ളൂ. ഇന്ന് രാവിലെ മാവ് കോയാന്നാക്കണം. ഇത് ഉണ്ടാവൂലേ ചേട്ടാ? നിങ്ങക്ക് ഉണ്ടാവില്ല. നിങ്ങക്ക് എന്തോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഋഷിക്ക് വൃത്തിക്കെല്ലാം ഇപ്പൊ നമ്മൾ ആദ്യമില്ലേ എനക്കാന്ന് വീട്ടിൽ ഞാൻ ഇത് ഇടക്കിടക്ക് പറയുന്നത് ഒരു 4 മത്തി കൊണ്ട് 4 3 എടുക്കും, 2 1 വിരിക്കും. ഇപ്പൊ മാറിയിട്ട് 3 പിള്ളേർ തിന്നു, അരി വിരി തിന്നു. ആ അതിലരി അരക്കായി. ഇനി സത്യം പറഞ്ഞ ചേട്ടാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ 4 കൊണ്ടുവന്നാലും 3 എനിക്ക് തന്നെ ഒന്നെല്ലാരും കൂടി എല്ലാരും ഒന്നുമില്ല, ഓരോന്നും എല്ലാരും എടുക്കും. നിങ്ങൾക്ക് 3 കൃത്യമായിട്ട് കൊടുക്കും. അതെ, അത് ഇവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, വെറുതെ ആണ്. അപ്പൊ ഇതാ നമ്മളെ മാവ് കുറച്ച് ചൂട് തണിയട്ടെ. തണിയതിനു ശേഷമാണ് പരിപാടി. ഇപ്പൊ വെച്ചാല് അത് അതിൽ തന്നെ ഓള് ഇത് ആക്കലുണ്ട്. പക്ഷെ ഇന്ന് ആദ്യം തന്നെ ചിരിച്ചായിട്ട് തൊട്ടിട്ട് പൊള്ളിയല്ലോ. ഇല്ല, അതൊന്നാവൂല. ഇന്ന് രാവിലെ തന്നെ ഫോമിലാന്നല്ല, എല്ലാ ഫോമിലാന്നല്ല. അരക്കതല്ല അബദ്ധം പറ്റിച്ചത്. അബദ്ധം പറ്റിയില്ലാതെ കാണിക്കുന്നത് നിന്റെ മനസ്സുണ്ടല്ലോ. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ? നീ ഇത് ചിരിച്ചിട്ട് ചൂടോടെ തൊട്ട് നേരത്താ. അത് കാണിക്കണം. ഞാൻ സത്യം എനിക്ക് അറിയില്ല. നീ തൊട്ട് പക്ഷെങ്കിലേ പൈ പൊള്ളിട്ട് അറിയാത്ത പോലെ മുഖം പിടിച്ച്. അത് തൊട്ടതല്ല, ചീനിച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നത് ഇങ്ങനെ നീക്കിയതൊന്ന്. ആയിക്കോട്ടെ, ചീനിച്ചിട്ട് ചൂടുള്ളതല്ലേ. എന്റെ അപ്പോ ഒരു കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് ഞാനങ്ങനെ കണ്ട ഇവിടുന്ന് കൂക്കി തുരത്തിയായിരിക്കും. ഓക്കെ, അപ്പൊ പരിപാടി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി അത് ഉണ്ടിയാക്കണം അല്ലേ? ഇത് ഉണ്ടിയാക്കുമ്പോ കാണേ. ഇനി എന്നോടുള്ള മത്സരം കൊണ്ട് ഇപ്പൊ കൈകൊണ്ട് ഇപ്പൊ തന്നെ തോന്നുന്നുണ്ട്. അല്ല, അത് തൊട്ട് നോക്കിയതാ മനുഷ്യ. നിങ്ങളെന്താ കളിക്കുന്നതാ? ഇത് മതിയാവോ ചേട്ടാ? കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് രണ്ടൊക്കെ തിന്നിട്ട് വേഗം കിടക്കാം. രാവിലെ തന്നെ അല്ലേ, വേഗം തിന്നിട്ട് കിടക്കാം. പിള്ളേരെ വേണ്ട, അവരറിയണ്ടല്ലേ. അറിയണ്ട. ഇപ്പൊ നമ്മളെ മാവ് ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളുത്തുണ്ടായെങ്കിൽ നമുക്ക് ഇത് വെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആക്കണ്ട കേട്ടോ. നമുക്ക് ചോറ് അരച്ചിട്ട് അതിൻ്റെ അകത്ത് അരിപ്പൊടി കൂട്ടിയിട്ട് കുഴച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാനാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ചപ്പാത്തി മേക്കുന്ന ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പൂരിയാക്കുമ്പോൾ എല്ലാം എടുക്കുമോ ഇത്? എനിക്ക് പൂരിയാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇത് ഈ സാധനം മേടിച്ചിട്ട് ഈ സാധനം കവിൻ്റെ കർണാടകത്തിൽ വീട്ടിൽ പോയാൽ മേടിച്ചേനെ. എന്നെ കൂട്ടി അങ്ങ് കൊണ്ടുപോയിട്ട് അവിടെ മേടിച്ചത്. നമ്മളെ നാട്ടിൽ ഇത് അന്നേരം ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കവിയാണിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ചപ്പാത്തി ഇങ്ങനെ ആക്കാം. ഇല്ലെങ്കിൽ ആ കുഴവയുടെ സാധനത്തിനെ കൊണ്ട് ഞാനും കൂടി ആക്കി കൊടുക്കണം. അങ്ങ് ഉരുട്ടിയിട്ട്. സത്യോ അല്ലേ? ഇല്ല, ശരിക്കാലേക്ക് ഇല്ല, അതിലേക്ക് ഉണ്ടല്ലോ. ഇതാ ഇവിടെ ഉണ്ടിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതെ, ഉണ്ടിയാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് എത്ര എണ്ണം വേണം അമ്മേ? അമ്മേ ഒരു വീഡിയോ കട്ടാക്കട്ടെ. എത്ര എണ്ണം വേണം പറ. 4 എണ്ണം. 4 വേണ്ട, 3 മതി. ഉണ്ടയാ കുഴക്കട്ടെ. ഇതാണോ കടുമ്പ്? കടമ്പാ? കടലൊക്കെ. അപ്പൊ ഇത് ഹെൽത്തി ഫുഡാണ് കേട്ടോ. ഇതിൽ നമ്മൾ വേറെ ഓയിൽ ഇങ്ങനത്തെ കാരണം ഒന്നും ചേർക്കുന്നില്ല. ഇത് വെറും നമ്മൾ വെള്ളത്തിൽ വേവിച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കലാണ്. വേറെ ഓയിലിന്റെ പരിപാടിയേ ഇല്ല. ഇത് വെളിച്ചെണ്ണ
സഞ്ചിയിൽ പെരക്കി നെയ്യില്ല ഹെൽത്തിയാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അധികം പെരക്കുന്നില്ല അല്ലേ? ചേട്ടാ ഇത് ഒട്ടി പിടിക്കുന്നതായിട്ട് ഒന്ന് തടയുക, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇത് ഒട്ടി പിടിക്കൂലേ? നമുക്കൊന്ന് പൊന്തോ ഇത് അപ്പൊ എന്തോ ഇങ്ങനെ ഇങ്ങനെ അമർത്തി കൊടുക്കാം. എന്തോ കരിന്ന് വച്ചേക്കുന്നുണ്ട്. ഇനി വേനെടുക്കുന്നുണ്ട് കേട്ടോ. ഇതണ്ടാ ഇതണ്ടാ ഏടാ ഇത് പത്തിരിയാണ് കേട്ടോ, നമ്മളെ നാട്ടിലെ കർണാടകത്തിലെ അക്കി റൊട്ടി. ഇതിന് വേണമെങ്കിൽ കുറച്ച് ജീരകമെല്ലാം ഇടണേനു, ഞാൻ മറന്നു പോയിട്ടാണ് കേട്ടാ. ജീരകം ഇട്ടാൽ അത് വേറെ ടേസ്റ്റ്. ജീരകം തേങ്ങയെല്ലാം വേണമെങ്കിൽ കൂട്ടാം മാവിൻ്റെ അകത്ത്, നല്ല രസം. നമ്മളെ മറ്റേ പത്തല് പോലെ. ആ പത്തല് പോലെ, പക്ഷെ അത് എണ്ണയിൽ പോലെയല്ല, മറ്റേ പത്തൽ തന്നെ പോലെയല്ല. അക്കി റൊട്ടി, അക്കി റൊട്ടി വരെ നമ്മളെ പത്തല്. പേരില് ശരിക്കും പത്തല് പറയണ്ടേ? ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ആളെ മാറ്റി കഷ്ടപ്പെട്ട് ഇതെന്നെ സാധനം. അല്ല മേ ഇത് നമ്മൾ ഹെൽത്തി അല്ലേ മേ, എണ്ണയിലൊന്ന് ചൂടാണ്ട് അല്ല. നിന്നെ പോലെ ക്ഷമിച്ചിട്ട് ഇനി എടുക്കാൻ ആർക്കും ആവൂല കവിത. ഇത് എന്റെ എന്റെ അച്ഛമ്മ പറയലുണ്ട് ക്ഷമയാതിരുത്തിന്ന്. ക്ഷമയാധൃതി എന്ന് പറഞ്ഞാല് ഇതാനും നമുക്ക് ക്ഷമിച്ചിട്ട് ചെയ്യുന്ന ഇത് കാര്യം. ഇങ്ങനെ നമുക്ക് ഗ്യാസിൽ ഇങ്ങനെ വെക്കും. അന്നേരം ആ ഒരു കറുപ്പ് കണ്ട. ഓക്കെ ആയി, ഇതായി. ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അക്കി റൊട്ടി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ തുണി മടക്കുന്ന പോലെ മടക്കി എടുക്കാതെ. ഇനി നമുക്ക് കടലക്കറി കൂട്ടിയിട്ട് തിന്നുകയും ചെയ്യാം. ഞാൻ മുറിച്ച് കാണിക്കാം. കണ്ട അരി ശരിക്കും റൊട്ടിയാണല്ലേ, അരി പോലെ അങ്ങനെയല്ല കേട്ടോ. അരിയാമെന്ന് പറഞ്ഞാൽ വേഗം പൊട്ടിങ്ങ് വരും. റൊട്ടി പോലെ അല്ലേ? ഇതാണ് അക്കി റൊട്ടി റെഡി. നടന്ന് വരും ഇങ്ങോട്ടേക്ക്. ഷഡ്ഡി ഇട്ടിട്ട് കാണിക്കാം. നിർത്തിയിട്ടാ. പണ്ടെല്ലാം നമ്മള് വാവ ആർന്ന് കരിയും നിന്നിട്ട്, ഇപ്പൊ പറഞ്ഞാൽ എണീച്ചിട്ട് ഇങ്ങ് വരാൻ തുടങ്ങി. ഇങ്ങ എണീച്ച് കിഞ്ഞു വരും കിടക്കേന്ന്. ഇല്ല അമ്മന്റെ മുറ്റക്ക് തന്നെ റൊട്ടി ആക്കോ. എത്ര ആളെ കണ്ടാലും കവീനെ ഒന്ന് ഇങ്ങനെ അമ്മേന അങ്ങനെയാണ്, അമ്മേനൊന്ന് കണ്ട സമാധാനായി അടുത്താലും കൂട്ടാക്കില്ല. എണീച്ച് വരുമ്പോ നല്ല ഹാപ്പി ആയിട്ടാണ് എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നല്ല ഹാപ്പി ആയിരിക്കും. ഇല്ലെങ്കിൽ മുട്ടയിട്ടോടുക്കും. അതിന്റെ പാവട പിടിച്ച് പെരിക്കാനേ സമയം. നിങ്ങക്ക് ഇതാ അമ്മേന്റെ അടിപൊളി അക്കി റൊട്ടി കണ്ട, അടിപൊളിയാന്ന്. പല്ലെല്ലാം തേച്ചിട്ടാ തിന്നോ നമ്മള്. ഇപ്പൊ ഏട്ടനെ അച്ഛമ്മയുടെ കൂടിയാ കിടക്കല്ലേ. ശനി ഞായറും അമ്മേന്റെ കൂടെ തന്നെ കിടക്കും പറഞ്ഞിട്ട് കൃത്യമായിട്ട് ശനിയാഴ്ച ഞായറാഴ്ച ഓർത്ത് വെക്കും. ഇല്ല ആ ഇടുണ്ടല്ലോ തട്ടിനമ്മ ശനിയും ഞായറും അമ്മേന്റെ അടുത്ത് തന്നെ കിടക്കും പറഞ്ഞിട്ടില്ലേ. കൃത്യമായിട്ട് ശനിയും ഞായറും ആലോചിച്ച് വെച്ചിട്ട് അമ്മ ഇന്ന് ശനിയാഴ്ച നേരെ അതിന്റെ അവിടെ കിടക്കും. അക്കി റൊട്ടി അക്കി റൊട്ടി ജേನು ಕುರ್ಬರು ಮಕ್ಕಳು ನಾವು ದೂರಿ ದೂರಿ ಏ ದೂರಿ ದೂರಿ. ജേನು കുർബരും മക്കള് ನಾವು ദൂരി 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 ദൂരി. അമ്മമ്മയും പേരക്കുട്ടിയെല്ലാം ഇടുന്ന ചായ കുടിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ പറയണേ, നമ്മക്ക് നാളെ ഇതുപോലെ ആക്കിട്ട് തരണങ്ങള്. ആ കടലൊക്കെ എടുത്ത് തിന്നു. ഇവനില്ലേ, ഇവന് പ്രത്യേകിച്ച് പച്ചക്കറി എന്ത് കൊടുത്താലും തിന്നേ, എല്ലാം തിന്നു. പക്ഷെ ഋത്തിക്കൊന്നും കഴിക്കൂല. നേരെ ഓപ്പോസിറ്റ് ആണ്. അല്ല ഞാൻ കുത്തി കേട്ടാനും പറയും കടലക്ക പയറ് ഇങ്ങനത്തെ എല്ലാം തിന്നനോ മോനെ പറഞ്ഞാലും എന്നെ കാണിക്കാൻ നല്ല എന്തോ ഗുളിക മുതുകൂലേ നമ്മള്, അതുപോലെയാണ് ഋത്തിക്കിന്. അത് തിന്നാൻ പറയുമ്പോ
നോക്കിട്ടാണ് പേടിപ്പിക്കുക അതിന് പറയുമ്പോ. ഞാൻ കാര്യമല്ലേ പറഞ്ഞു തിന്നറ നിങ്ങക്ക്. ചേട്ടൻ ആലോചിക്കുന്നു ഇത് എന്തെന്നാണ് ഇപ്പൊ എന്നാ ചെയ്യണ്ടേ ഇപ്പൊ. എന്റെ അപ്പൂപ്പാന്നൊക്കെ നമുക്കെല്ലാം എടുത്ത് തരുമോ ചേട്ടാ? ആരെല്ലാം ഉള്ള അവർക്കെല്ലാം എടുത്ത് തരും കടി. ഇപ്പുറത്തേക്കിന് കൊടുക്കും. ഇതാണ് പരിപാടി. പൂച്ച മിന്നു ഇവന്റെ അടുത്ത് വന്നിരിക്കും. എന്തിനാ അറിയാ? നല്ല സുഖം മിന്നുവിന്. ഇവനെല്ലാം കൊടുക്കും. മിന്നുവിന് കോളാണ്. ഇവനെ കണ്ടാ മിന്നു വിടൂല, അടുത്തോണ്ടിരിക്കും. ഇന്നലെ നമ്മള് കൊണ്ടുതന്നെയാണേ. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇത് കുട്ടികളെ കളിക്കുന്നതാണ്, പക്ഷെ നല്ല ഉണ്ട്. ഇത് കേട്ടിട്ട് എടുത്തിടുന്നതാ ചാറ്റ പറഞ്ഞു തുടങ്ങി. പാല് മേടിക്കുമ്പോ അതിന്റെ നെയ്യ് എടുത്ത് വെച്ചിട്ട് എല്ലാ മാസവും ഒരാഴ്ച കൂടുമ്പോ ഇതിങ്ങനെ നെയ്യാക്കി എടുക്കട്ടെ. എന്നാൽ നല്ല ഫ്രഷ് നെയ്യ്. നമ്മളിത് മുമ്പ് കാണിച്ചില്ല, ആക്കുന്നില്ല, കാണിക്കുന്നില്ല. നല്ല മഴയാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കൂത്തുപറമ്പാന്ന് പറഞ്ഞു. കൂത്തുപറമ്പ് എവിടെ അറിയില്ല. നമ്മൾ കൂത്തുപറമ്പിലാണ് പോകുന്നത്. കൂത്തുപറമ്പില് ഒരു ആയുർവേദ അതിൻ്റെ അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അത് അവിടെ പോവാൻ നമുക്ക്. അപ്പോൾ ഇത് നമ്മളങ്ങനെ പോയിക്കോട്ടിക്കലാണ്. മഴയുണ്ടാ, റൂഫ് ഓർമ്മ വെച്ചിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്, മഴ പെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്. അതെ, നല്ല വെളിച്ചവും ഉണ്ടല്ലോ. അതെ, മറ്റേന്ന് അതെ. ഒരാൾ മടിയെ നോക്കുന്നുണ്ട്. അറിയാണ്ടില്ലേ തുറന്നുപോയി. സ്വിച്ച് ഓൺ ആക്കി ഇതും കൂടി തുറക്കേ. ഓണാക്കി പോയിട്ടു കളീന്റെ പോസ്റ്റർ അടിച്ചിട്ടൊക്കെ വലത്തോത്തേനു നമ്മളെ നാട് കേട്ടോ. 10ാം മൈലാണ് മെസ്സിന്റെയും നെയ്മറിയും തുടങ്ങിയില്ല. നാളെ മറ്റന്നാൾ 11-ാം തീയതി തീർന്ന പാട് അത് കഴിയുമ്പോ മമ്പറത്തെത്തി നമ്മള്. മമ്പറത്തെ ഉള്ളൂടെ പോകുമ്പോൾ വഴി നോക്കറ. മേലെ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടാ. ഇവിടുന്ന് അടുത്തോട്ട് പോയാൽ പെരളിശ്ശേരി, നേരെ പോയാൽ കൂത്തുപറമ്പ്. ഡോക്ടർ ഇന്ദുലേഖാസ് എന്നില്ലേ. ഡോക്ടർ ഇന്ദുലേഖാസ് ഇത് ആയുർവേദ ട്രീറ്റ്മെന്റെല്ലാം ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നെയാണ്. നമ്മൾ അകത്ത് കയറിയെല്ലാം കണ്ടു. നമുക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് കാണാം. അത് നമ്മൾ ഇങ്ങോട്ട് വിളിച്ച സുമേഷാട്ടിൻ്റെ അച്ഛനും അമ്മയാണ്. റിട്ടയർഡ് ടീച്ചറാണ്, അതുപോലെ തന്നെ ക്ലർക്കാണ്. അതെ. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയിട്ടില്ലെന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും 3 ആളും കൂടി. ഓക്കെ. അപ്പോൾ കയറുമ്പോൾ തന്നെ എങ്ങനെയുള്ള ചേട്ടാ നല്ലൊരു ഇതെല്ലാം വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. മുകളിലെല്ലാം നമ്മൾ പോയി. ഹായ് ഹായ് ഹായ്. ഇവരൊരു ശ്വേത സൈന നമ്മളെ കൂടെ തന്നെ ഷോർട്സിൽ കുറേ സമയമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്തല്ലേ വീട്? എവിടെയാണെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് കറക്റ്റ്? നമ്മൾ ഇത് ഉള്ളത് ഇന്ദുലേഖാസ് ഉള്ളത് കൂത്തുപറമ്പ് അല്ല പോകുമ്പോൾ മൈസൂർ റോഡിൽ 3-ാം മൈൽ 3-ാം മൈലാണ് ഇന്ദുലേഖയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കർക്കിടക ചികിത്സയും പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഡോക്ടറിലൂടെ ഉണ്ട്. ഹായ് ഡോക്ടർ. അപ്പോൾ യദുപ്രിയ ഡോക്ടർ നമ്മൾ സംസാരിച്ചു. നടക്കട്ടെ. ഡോക്ടർ അമൽ ഡോക്ടർ ഉണ്ട് ഇടാ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് എന്നിട്ട് ഒന്ന് മൈക്കോട്ടിലോളെ. നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലിപ്പം നമ്മളെ നാട്ടിലെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒഴിച്ചൽ, നമ്മളെ ആയുർവേദത്തിലാണ് അഭ്യംഗം, മസാജ്, കിഴി, ധാര, അതുപോലത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ പെയിൻ മാനേജ്മെൻറ്റാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. പിന്നെ കോസ്മെറ്റോളജി, അതിൽ ഫേഷ്യൽ ഉണ്ട്, ഹെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പെഡിക്യൂർ ഉണ്ട്. അപ്പോൾ അതുപോലെ കോസ്മെറ്റോളജീൻ്റെ എന്തെങ്കിലും ഡോക്ടർ? കോസ്മെറ്റോളജിയിൽ നമുക്ക് പെഡിക്യൂർ, അതേപോലെ ആയുർവേദിക് ഫേഷ്യൽസ്, പിന്നെ ആൻറ്റി ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റ്സ്, ഓസോൺ ട്രീറ്റ്മെൻറ്റ്, ആക്നെക്ക് വേണ്ടിയിട്ടാണ് ഓസോൺ ട്രീറ്റ്മെൻറ്റ്സ് ഉള്ളത്.
പിന്നെ അതേപോലെ ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ്, ഫ്രിസിനെസ് ഒക്കെ കുറക്കാൻ വേണ്ടി. അങ്ങനെ ഇത്രയും ട്രീറ്റ്മെൻറ്റ്സുകളുണ്ട് ഇടാ. അതിന് നമ്മളിതൊന്ന് മുഴുവനായിട്ടൊന്ന് കാണിക്കാം. ഡോക്ടർ പുറത്തുണ്ട് നമ്മൾ. ശരി ഋത്തിക്കേ എന്നാണ് പരിപാടി? സൗന്ദര്യം. അപ്പോൾ കവിടി ഉണ്ട്, പാലെടുക്കാൻ വേണ്ടി പോയിട്ട് ആ ഗ്യാപ്പിൽ നമ്മൾ ഇതൊന്ന് കാണിക്കാതിരിച്ചിട്ടാണ്. കൃഷിക്ക് ഉഷാറാക്കുന്നുണ്ട്, എടുത്തില്ല പരിപാടിയെല്ലാം എടുത്ത് ഇതാക്കുന്നുണ്ട്. ഫാർമസി ഉണ്ട് ഇടാ. ഇവിടെ നല്ലൊരു സ്ഥലമാണ് എന്നുവെച്ചാൽ ഇരിക്കാനുള്ള വന്നാൽ. ഇതിൻ്റെ പുറത്ത് ചായ എല്ലാം കുടിക്കുന്ന ഇതിലുള്ള. ഹായ് ഹായ് എല്ലാവരും ഉണ്ട് കേട്ടോ എടുത്തേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോസ്മെറ്റോളജീൻ്റെ പെഡിക്യൂർ ചെയ്യുന്ന സ്ഥലമാണ് കോസ്മെറ്റോളജി റൂം. വേണ്ട ഇങ്ങനെയുള്ളത്. പെഡിക്യൂർ മുകളിലേക്ക് പോകാം. നമുക്ക് എല്ലാം ഓടി ഓടി കാണിച്ചു തരാം. അവിടെ ഒരു റൂമുണ്ട്, ട്രീറ്റ്മെൻറ്റ് റൂം അവിടെ ഉണ്ട്. ഓടിവോ 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 ഓടിവോ. ട്രീറ്റ്മെൻറ്റിൻ്റെ സ്ഥലം മുകളിൽ ഒരു അടിപൊളി ട്രീറ്റ്മെൻറ്റ് റൂമുണ്ട്. ഇതൊരു ട്രീറ്റ്മെൻറ്റ് ആണ്. ഹായ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുണ്ട് വെള്ളച്ചാട്ടലുള്ള അതൊന്ന് കാണാം. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ റൂംസും ഉണ്ട് കേട്ടോ. റൂംസും ഉണ്ടല്ലേ? റൂംസ് പുറത്തുനിന്ന് വന്നവർക്കും റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നവർക്കും ഇവിടെ നിന്നിട്ട് ഉണ്ടാക്കാം. 2 തരത്തിലുള്ള റൂംസും ഉണ്ട് കേട്ടോ. റൂംസും ഇവിടെ വന്ന് അവൈലബിൾ ആണ്. ഇത് ഇവരിപ്പം കയറിയ ഉണ്ട്, ഇത് കൊളാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അടിപൊളിയാനും വരുമ്പോൾ നീ ഓടിപ്പോലെ. ഇപ്പോൾ മുകളിലേക്ക് പോവാം. വാ സൈന വാ. മുകളിലേക്ക് കയറാം. നമുക്ക് ഒരു ഓട്ടത്തിന് കയറുവാണേ. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു റൂമുണ്ടേ. അയ്യോ ലൈറ്റ്. അയ്യോ 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 അയ്യ. അടിപൊളി റൂമാണ്, റൂംസാണ്. ഇവിടെ റൂംസ് ഉണ്ട്. അവിടെ നിന്നിട്ടാ കുഴപ്പമില്ല കുഴപ്പമില്ല, മതി മതി. വാ ഇടിയും താഴത്തെ അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ബാത്ത് ടബ്. ഇവിടെ ബാത്ത് ടബെല്ലാം ഉണ്ട് കേട്ടോ. ബാത്ത് ടബ് ഉണ്ട്. ഋഷികന്തോ അവിടെ ഉത്സവമാക്കുന്നുണ്ടേ. ഇവിടെ അതിനുള്ള ആടെ ഒരു യോഗ 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 ഒരു മിനിറ്റ് യോഗ റൂം കാണിക്കട്ടെ. ഓയോ അല്ലടാ യോഗ. ഇതാണ് ഇവരെ യോഗ സെൻറ്റർ, യോഗ റൂം. പുറത്തേക്ക് നല്ലൊരു വ്യൂവും കേട്ടോ. ഇങ്ങോട്ടേക്ക് കവുങ്ങെല്ലാം കണ്ടിട്ട് അങ്ങനെ യോഗ ചെയ്യാം. അടിപൊളി കേട്ടോ, നല്ല നീറ്റുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാ ഭാഗവും കേട്ടോ. കയറി വരുന്നതിലും നല്ലുണ്ട്. ഇതിനുള്ളിൽ ഒരു റൂമുണ്ട്, അത് സർപ്രൈസാണേ. സർപ്രൈസ് കാണിക്കാം ആദ്യം. ഇതാണ്ടോ, ഇത് ഇവരെ കിഴിയെല്ലാം ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെ നല്ലൊരു വെള്ളച്ചാട്ടം. മുക്കമ്പിക്കില്ലേ അട്രാക്റ്റീവ് ആണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ടേ. അപ്പോൾ ഇത്രയും ഇതാണ് റെഡിയുള്ളത് കേട്ടോ. അല്ല ആടെ ആളുണ്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇത് മുഴുവനായിട്ട് കാണിച്ചു തന്നെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ എന്താ പറയുക, റെജുനേഷൻ അല്ലേ, റെജുനേഷൻ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ തലശ്ശേരി ടു കൂത്തുപറമ്പ് അല്ലേ പോകുന്ന റോഡിൽ 3-ാം മൈലിൽ ഇന്ദു ലേഖാസ്, ഡോക്ടർ ഇന്ദു ലേഖാസ് അഡ്രസ്സും കാര്യങ്ങളിലും കൊടുക്കുക. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടോ. ഇവിടെ വന്നാൽ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കും. അപ്പോൾ നമ്മളൊരു ഷോർട്ട് സൈറ്റ് എടുക്കുന്നുണ്ട്, ഇൻസ്റ്റാ റീൽസ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോനകത്ത് കൂടി കാണിച്ചു തന്നെ. ആരെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വരാം കേട്ടോ. നമ്മളങ്ങനെ ഇന്ദു ലേഖാസിൽ വന്നിട്ട് തിരിച്ചു പോകാൻ നോക്കലാണ്. അപ്പോൾ എല്ലാവരും വന്ന് എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കലാണ്. എല്ലാവരും ഉണ്ട്. ഹായ് സാർ. ഇത് ഇവരെ സുമേഷ് ഏട്ടൻ, നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ച അവരുടെ ഫാദർ, മദർ, ഡോക്ടർ എല്ലാവരും ഉണ്ട്. ഫാമിലി ഡോക്ടർ, എല്ലാ സ്റ്റാഫ് എല്ലാവരും എത്തിയാ? എല്ലാവരും ആയോ? ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത്ര ആൾക്കാരാണ് ഇന്ദു ലേഖാസിലുള്ളത്. ഇന്ദു ലേഖാസ് കൂത്തുപറമ്പിൽ. ഇത് കറക്റ്റായിട്ട് വരുന്ന സ്ഥലം 3-ാം മൈൽ തലശ്ശേരിയിൽ നിന്ന് കൂത്തുപറമ്പ് റോഡിൽ 3-ാം മൈലാണ് ഇന്ദു ലേഖ. അപ്പോൾ കർക്കിടകളിലാണ് വരുന്നത്. ചികിത്സ കാര്യങ്ങളിലൊന്നും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ദു ലേഖാസിൽ വരാം.